ആയിരക്കണക്കിന് മനുഷ്യർക്ക് താങ്ങും തണലുമായി മാറിയ വ്യക്തിയാണ് യൂസഫ് അലി. താൻ തൊട്ടതെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുമ്പോഴും തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് എപ്പോഴും കരുണ കാണിക്കാനുള്ള വലിയ മനസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഇനി കാണുന്നതെല്ലാം യൂസഫ് അലി സ്വന്തമാക്കിയത് കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ്. വ്യവസായ മേഖലയിൽ നിന്ന് മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്ന് അടക്കമുള്ള പ്രമുഖരുമായും വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് വ്യവസായി യൂസഫ് അലി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയുമായിട്ടെല്ലാം യൂസഫ് അലിക്ക് വലിയ ബന്ധമാണ് ഉള്ളത്. എങ്ങനെയാണ് ഈ സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുമായി ബന്ധം നിലനിർത്തുന്നതെന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ യൂസഫ് അലി. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളോടുള്ള യൂസഫ് അലിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ നമ്മളെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. അവരൊക്കെ മഹാന്മാരായ അനുഗ്രഹീതരായ നടന്മാരാണ്. അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് കാര്യമെന്നാണ് യൂസഫ് അലി ചോദിക്കുന്നത്. നമ്മൾ അഹംഭാവികളാകരുതെന്നും അതാണ് താൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളതെന്നും യൂസഫ് അലി പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ അഹംഭാവം നടിക്കാൻ അർഹതയുള്ളൂവെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. നിങ്ങളിൽ ഒരുവനായി നിങ്ങൾ എന്നെ കാണുന്നില്ല എങ്കിൽ താൻ വിജയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിനിമാ രംഗത്തുള്ള കലാകാരന്മാർക്ക് UAE ഗോൾഡൻ വിസ നൽകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായി ഗോൾഡൻ വിസ ലഭിച്ച രണ്ടുപേർ മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു. ഇവർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വഴി തെളിച്ചതിൽ യൂസഫ് അലിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ലണ്ടനിൽ വെച്ചൊക്കെ യൂസഫ് അലിയും മമ്മൂട്ടിയും മോഹൻലാലും കണ്ടുമുട്ടിയതിന്റെ ചിത്രങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. കഴിഞ്ഞ വർഷം യൂസഫ് അലിയുടെ സഹോദരൻ MA അഷ്റഫ് അലിയുടെ മകളുടെ വിവാഹത്തിന് മോഹൻലാലും കുടുംബവും എത്തിയിരുന്നു. ഒപ്പം മമ്മൂട്ടിയുടെ കുടുംബവും ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ ജയറാം, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ തുടങ്ങിയ താരങ്ങളും കുടുംബത്തോടൊപ്പമായിരുന്നു വിവാഹത്തിനെത്തിയത്. ഇതിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലായി മാറി. അതേസമയം തന്റെ കുടുംബത്തെക്കുറിച്ചും ബിസിനസിനെ കുറിച്ചും ഒക്കെ യൂസഫ് അലി സംസാരിച്ചു. താൻ UAEയിൽ എത്തിയിട്ട് 50 കൊല്ലമായെന്നും തന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും തനിക്കൊപ്പം നിന്നത് ഭാര്യയാണെന്നും യൂസഫ് അലി പറയുന്നു. തന്റെ ഓരോ സ്റ്റെപ്പും അവർക്കറിയാമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. താൻ ജോലിയിൽ നിന്ന് അവധിയെടുക്കാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. എന്നും തന്നെ ആശ്രയിച്ചല്ല, കമ്പനിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ജീവനക്കാരെന്നും അതുകൊണ്ട് തന്നെ താനില്ലെങ്കിലും ഈ കമ്പനി നടന്നു പോകണമല്ലോ എന്നും യൂസഫ് അലി പറയുന്നു. ടാറ്റ വിരമിച്ച് അദ്ദേഹത്തിന്റെ യുവതലമുറയ്ക്ക് കമ്പനി കൈമാറി. കാരണം 10 കിലോ താങ്ങേണ്ട തലയിൽ 50 കിലോ താങ്ങിയാൽ കെട്ടിമറിഞ്ഞ് വീണു പോകുമെന്നും ടാറ്റ വീണ്ടും അത് പ്രൊഫഷണലൈസ് ചെയ്തുവെന്നും യൂസഫ് അലി പറയുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ് ടാറ്റ. ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്ന കാലത്തോളം ജോലി ചെയ്യണമെന്നും യൂസഫ് അലി പറയുന്നുണ്ട്. തന്റെ ജീവനക്കാരോടുള്ള യൂസഫ് അലിയുടെ കാര്യത്തിൽ ഇതിനോടകം തന്നെ പല വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചും യൂസഫ് അലി സംസാരിക്കുന്നുണ്ട്. സ്റ്റാഫിനോടോ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ കാശ് അയച്ചു എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നും യൂസഫ് അലി പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ വിയോഗം ഒരിക്കലും നികത്താനാകില്ല. വീട്ടിലേക്ക് പണം അയച്ചോ എന്ന ചോദ്യം ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങളിലേക്കുള്ള ഇടപെടലൊന്നുമല്ല, അവർക്കൊരു മോട്ടിവേഷൻ ആണെന്നാണ് യൂസഫ് അലി പറയുന്നത്. മാതാപിതാക്കളുടെ വാല്യൂ ജീവനക്കാർ മനസ്സിലാക്കണം. വീട്ടിലേക്ക് കാശ് അയച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ താൻ അയക്കാമെന്ന് പറയും. കാരണം അവർ പട്ടിണി കിടക്കാൻ പാടില്ല. ആരെ കണ്ടാലും വീട്ടിൽ കാശ് അയച്ചോ എന്ന് ചോദിക്കും. പലരോടും കാശ് ഇവിടെ ലാവിഷാക്കി കളഞ്ഞ് നാട്ടിലേക്ക് കടം വാങ്ങി അയച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും പറയാറുണ്ടെന്നും യൂസഫ് അലി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.